ആണ് ന്യൂയോർക്കിൽ നിന്ന് ശ്രീ പ്രദീപ്. ട്രംപിനെ പോലെ ഒരാൾ പൊടുന്നനെ വന്ന് ഈ 48 മണിക്കൂർ അന്ത്യശാസനമൊക്കെ നിർത്തി 5 ദിവസത്തെ വെടിനിർത്തൽ എന്നൊക്കെ പ്രഖ്യാപിക്കുന്നു. വെടിനിർത്തലൊക്കെ ആളുകൾ അദ്ദേഹത്തിൻ്റെ വാക്ക് വെറും ചാക്ക് പോലെ കീറച്ചാക്ക് പോലെ എടുത്തു കളഞ്ഞ് വീണ്ടും അവിടെ അടിയൊക്കെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ ട്രംപിനെ പ്രധാനമായും ഇങ്ങനെ ഒരു നിർദ്ദേശത്തിന് പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? ഈ അമേരിക്കയിലുള്ള ആഭ്യന്തരമായ എതിർപ്പാണോ, അതോ യുദ്ധത്തിൽ പരാജയപ്പെടും എന്നുള്ള ഒരു ഭീതിയാണോ, എന്താണ്? അതോ തന്ത്രപരമായി ഇനി അവരെ അടിച്ചു തകർക്കാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പാണോ? നമസ്കാരം കിരൺ. നമസ്കാരം. പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല, പായാൻ വേണ്ടിയാണ്. അത് പുലിയല്ലേ? ഇത് ട്രംപല്ലേ? ട്രംപും പുലി തന്നെയാണല്ലോ. ട്രംപ് പുലി തന്നെയാണ്. അതായത് ഈ യുദ്ധം എന്തുകൊണ്ട് നടക്കുന്നു എന്നൊരു ചോദ്യമുണ്ട്. അത് നിങ്ങൾ ആരെങ്കിലും ചോദിച്ചോ? എന്തിനാണ് യുദ്ധം? ഈ അമേരിക്കയും ഇസ്രയേലും ഒക്കെ ലോകരാജ്യങ്ങളിൽ പോയി യുദ്ധം ചെയ്യുന്നതിന് കാരണങ്ങൾ ആരെങ്കിലും അന്വേഷിക്കാറുണ്ടോ? അവർക്ക് യുദ്ധം ചെയ്യാൻ തോന്നുമ്പോൾ അവർ ലോകരാജ്യത്ത് പോയി യുദ്ധം ചെയ്യും. അവർക്ക് അവിടെ സാമ്പത്തിക ലാഭവും മറ്റു ലാഭങ്ങളും ഒക്കെ കാണും. അല്ലാതെ ന്യായമായ കാര്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന രാജ്യമൊന്നും അല്ലല്ലോ അമേരിക്കയും ഇസ്രയേലും ഒന്നും. അതുകൊണ്ട് അത്തരം ചോദ്യങ്ങളൊന്നും വലിയ ചർച്ച ചെയ്തുകൊണ്ട് വലിയ കാര്യമില്ല. ഈ യുദ്ധം നടത്തേണ്ടത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ ആവശ്യമാണ്. അല്ല, അതെന്തോ ആയിക്കോട്ടെ. നമുക്ക് ഇപ്പൊ ഈ വെടിനിർത്തൽ എന്തുകൊണ്ടാണ് പ്രഖ്യാപിച്ചത് എന്താണെന്നുള്ളതിനെ കുറിച്ച് പറ. അത് മറ്റേതൊന്നും ചർച്ച ചെയ്താൽ തീരില്ല. എന്റെ പൊന്നെ കിരണേ, അതിനെ ഞാൻ പറഞ്ഞു വരണേ. ഈ യുദ്ധം യഥാർത്ഥത്തിൽ ആവശ്യക്കാർ തന്നെ മിഡിൽ ഈസ്റ്റിലാണ്. കാരണം മിഡിൽ ഈസ്റ്റിലെ ഇറാൻ എന്നൊരു ശത്രുവിനെ അവിടുത്തെ അറബ് രാജ്യങ്ങൾ തന്നെ ഭയക്കുന്നുണ്ട്. അവരുടെ ഐഡിയോളജിയുമായിട്ടുള്ളതല്ല ഇറാൻ. പിന്നെ ഇസ്രയേലും അമേരിക്കയും ഇറാനെ പൂർണ്ണമായി തീർത്തു കെട്ടാതെ 87,000 ടാർഗറ്റാണ് അമേരിക്കയും ഇസ്രയേലും കൂടെ ചേർന്ന് ഇറാനകത്ത് അടിച്ച് പപ്പടമാക്കിയത്. ഇറാൻ തിരിച്ച് ഇസ്രയേലിൽ അടിച്ച് എത്രയാണെന്നറിയാമോ? 126. ഇത് നിങ്ങളാരും പുറത്തൊന്നും പറയാറില്ല. കാര്യം എന്നറിയാമോ? ഞാൻ മനസ്സിലാക്കിയിടത്തോളം കുറച്ച് നിങ്ങൾ ഇന്ന് ഇത് കഴിയുമ്പോൾ ഒരു ഇത് കാണിക്കും. മറ്റേ ഇറാനിലൊരു ബോംബ് വന്ന് സ്കൂളിൽ വീഴുന്നതും അവിടുത്തെ കുട്ടികൾ ഓടുന്നതെല്ലാം. 400ഓളം അഫ്ഗാനിസ്ഥാനിലെ രോഗികൾ മരിച്ചതിന്റെ വീഡിയോ നിങ്ങൾ ഇടില്ല. നിങ്ങൾക്കെല്ലാം ഒരു പ്രത്യേക രീതിയിൽ. പ്രദീപ്, എന്റെ ചോദ്യം ഒന്നുമല്ല. ഈ അമേരിക്കയും ഇസ്രായേലും ലോകത്തെ ഏറ്റവും വലിയ ശക്തികൾ. ആ ശക്തികൾക്ക് മുന്നിൽ ഇറാൻ അങ്ങനെ അവരോട് നേരിടാൻ കഴിയുന്ന ഒരു ശക്തിയൊന്നുമല്ല. പക്ഷേ ഇറാൻ ഇപ്പോഴും ഈ 2 ദിവസം കൊണ്ട് അടിച്ചിട്ട് തീർക്കാമെന്നൊക്കെ പറഞ്ഞു വന്ന അമേരിക്കയും ഇസ്രായേലും ഇന്നിപ്പോൾ ടെല്ലവീവിലാണ് അടിച്ചിട്ടത്. അമേരിക്ക പിന്നെ അതിനേക്കാൾ ഒരുപാട് ദൂരെ കിടക്കുന്നത് കൊണ്ട് അമേരിക്ക തൽക്കാലം രക്ഷപ്പെട്ട് നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇസ്രായേലിനെ പോലെ എല്ലാ സംവിധാനമുള്ള ടെല്ലവീവിൽ അവർക്ക് ഒന്നെങ്കിലും വിട്ടല്ലോ, ഒന്നെങ്കിലും വിടാൻ അവർക്ക് കഴിയുമെങ്കിൽ ഇറാൻ ഇപ്പോഴും കരുത്തുണ്ട്, അവർക്ക് ഇപ്പോഴും ശേഷിയുണ്ട്. ഇസ്രായേലിന്റെ തലസ്ഥാനത്താണ് അവർ അടിച്ചിട്ടത്. ടോപ്പ് മുതൽ ഇങ്ങ് കീഴെയുള്ള 36ഓളം അവരുടെ നേതാക്കന്മാരെ അടിച്ച് പഞ്ഞി കിട്ടത് അങ്ങ് ഹൂറികളുടെ അടുത്ത് വിട്ടിരിക്കുക. അങ്ങനെയൊക്കെ പഞ്ഞി കിട്ടുന്നൊക്കെ തോന്നും. ആ പഞ്ഞി കിട്ടുമ്പോൾ നിങ്ങൾ വിചാരിച്ച ഒരു രാഷ്ട്ര നേതാവിനെ കൊന്നു കഴിഞ്ഞാൽ, അതാണ് ഈ ബുദ്ധി ആയുധ ശക്തിയൊക്കെ കൊണ്ട് വല്ലാതെ അങ്ങ് മതിച്ചു കഴിയുമ്പോൾ അവർക്ക് തോന്നും മറ്റുള്ളവരെ കൊന്നൊടുക്കി അവിടെ അങ്ങ് ആധിപത്യം സ്ഥാപിക്കാതെ. അങ്ങനെയല്ല ശ്രീ പ്രദീപ് ലോകം കീഴടക്കേണ്ടത്. കിരൺ, ലോകത്ത് ഒരു ശാപം മറ്റു ജനങ്ങളെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ നോക്കൂ, ഞാൻ വെറുതെ പെട്ടെന്ന് ഒരുപാട് പറയുന്നില്ല, ഒരൊറ്റ വാക്യം പറഞ്ഞു നിർത്താം. ഈ ഖമനേയി അവിടെ ഭരണത്തിൽ വന്നതിന് ആദ്യത്തെ അവരുടെ ഇത് അവരുടെ ക്യാബിനറ്റിൽ പറഞ്ഞ എന്താണെന്ന് പറയുമ്പോൾ ഡെത്ത് ടു ഇസ്രായേൽ, ഡെത്ത് ടു അമേരിക്ക എന്നാണ്. അവർ ഈ ലാസ്റ്റ് വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ്. എന്താണ് കുഴപ്പം? ഡെത്ത് ടു അമേരിക്ക പറഞ്ഞാൽ കുഴപ്പമില്ലെന്നാണോ? അവരുടെ രാജ്യത്തിന് നേരെ, അവരുടെ രാജ്യത്തിന്റെ അഭിമാനം രക്ഷിക്കാൻ വേണ്ടി, അവരുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി അവരങ്ങനെ പറയില്ലേ? ലോകത്തെന്തായാലും ബെഞ്ചമിൻ നെതന്യാഹു ലോകത്തെ വിവിധ രാജ്യങ്ങൾ പോയി നടത്തിയ അത്രയേറെ ഭീകരപ്രവർത്തനമൊന്നും അവിടെ നിന്ന് ഖമനയെ പോയി നടത്തിയിട്ടില്ലല്ലോ. അല്ലാതെ ഖമനെ നല്ല ആളാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും ഖമനയുടെയും തട്ട് നോക്കിയാൽ ഖമനയുടെ തട്ടാണ് താഴ്ന്നിരിക്കുക. ഖമനയില് അത് ശരി തന്നെയാണ്. കാര്യം അറിയുമോ? 15 ലക്ഷത്തോളം കമ്മ്യൂണിസ്റ്റുകാരെ കുഴിച്ചു മൂടിയ കമ്പനി തന്നെയാണ്. അതുകൊണ്ട് തട്ട് താന്നിരിക്കും. അത് കമ്മ്യൂണിസ്റ്റുകാരെ കുഴിച്ചു മൂടിയോ? പിന്നെ അല്ലാതെ 1000 നിങ്ങൾ ഹലോ 1000 പ്രദീപ് എവിടുന്നൊക്കെയാണ് ഈ സാധാരണ വിക്കിപീഡിയയിലെ കണക്കിലെ ചില കുഴപ്പങ്ങൾ വരാറുണ്ട്. പക്ഷെ അതിനും അപ്പുറത്തേക്ക് കണക്കൊക്കെ പ്രദീപിനെ കിട്ടുന്നത്. ഒരു മിനിറ്റ് IRGC ഭരണം, അതായത് ഈ ഖമനേയി ഭരണത്തിൽ വരുന്നതിന് മുമ്പ് ഇപ്പോഴത്തെ കാര്യം പറയൂ. ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാർ ഉണ്ടായിരുന്നോ? ഇപ്പം കമ്മ്യൂണിസ്റ്റ് ഉണ്ടോ അവിടെ? അല്ലല്ലോ ശ്രീ പ്രദീപ് ചർച്ച. നിങ്ങൾ ഈ ലോകത്തിന്റെ കാര്യം നടക്കുമെങ്കിൽ അവിടെ കമ്മ്യൂണിസ്റ്റ് ചർച്ച നടത്തുന്നതിനാ? അവിടെ കമ്മ്യൂണിസ്റ്റുകാർ കോൺഗ്രസ്സുകാരെ BJP-കാരൊന്നും വിട്ടേരെ. താങ്കൾ ഈ ലോക കാര്യങ്ങളെ കുറിച്ച് പറയൂ. എന്റെ പൊന്നെ കിരണേ, ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ഇസ്രായേൽ എന്ന് പറഞ്ഞ് മുദ്രാവാക്യം IRGC നടപ്പിലാക്കുന്നു. അത് തന്നെയാണ് അവരുടെ ഐഡിയോളജി. അങ്ങനെ ചിന്തിക്കുന്നത് ഞാൻ ചോദിച്ചാൽ അതൊന്നുമല്ല പ്രദീപ്. ഇപ്പൊ ഈ 5 ദിവസം എന്താണ് 2 ദിവസം കൊണ്ട് തീർക്കാന്ന് പറഞ്ഞു വന്ന അമേരിക്ക 25-ാം ദിവസവും തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ വീണ്ടും ഒരു 5 ദിവസം അവധി എടുക്കാനുള്ള കാരണം എന്താണെന്ന് ഞാൻ ചോദിച്ചത്. ടേക്ക് എ ബ്രേക്ക്. പുള്ളി ഒരു ബ്രേക്ക് എടുക്കുന്നത്. ഇപ്പൊ ഇസ്രായേൽ അടിച്ചോണ്ടിരിക്കുകയല്ലേ? ഇസ്രായേൽ എടുത്തിട്ടില്ലല്ലോ. ഇസ്രായേൽ എടുത്തിട്ടുണ്ടോ? അമേരിക്ക ഒരു ബ്രേക്ക് എടുക്കുന്നു. കളിയിൽ ഒരു ബ്രേക്ക് എടുക്കാൻ പോലെ. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഒരു 15 ദിവസത്തിനകത്ത് കളിക്ക് ഒരു ബ്രേക്ക് വിട്ടേക്കരുത്. ശരി, ഓക്കെ. ശ്രീ ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത്. ശ്രീ ചന്ദ്രൻ നായർ,
താങ്കൾക്ക് എന്ത് തോന്നുന്നു? എന്തുകൊണ്ടാവും ഈ ട്രംപ് ഒരു വെടിനിർത്തൽ കരാർ പ്രഖ്യാപിക്കുന്നു, പക്ഷേ കരാറൊന്നും നടപ്പാകുന്നില്ല, അത് പാഴ്വാക്കായി തന്നെ പോകുന്നു? എന്തുകൊണ്ടാവും അദ്ദേഹം അങ്ങനെ ഒരു 5 ദിവസത്തെ വെടിനിർത്തലിന് തയ്യാറായത്? കിരൺ സാർ, അതിന്റെ ആധികാരികമായിട്ടൊന്നും എനിക്ക് പറയാൻ അറിയില്ല. എങ്കിൽ തന്നെയും വെടിനിർത്തൽ സത്യമാകും എന്ന് പ്രതീക്ഷിച്ചു. ട്രംപ് വെടി പറഞ്ഞതാണ് എന്ന പിന്നെയാണ് മനസ്സിലായത്. ഏതായാലും നമ്മളെ ഇന്ത്യയിലുള്ള ജനങ്ങൾ ഗൾഫ് രാജ്യങ്ങളിൽ തിങ്ങി പാർക്കുന്നുണ്ട്. അവരുടെ കുടുംബാംഗങ്ങൾക്കൊക്കെ ഒരു വളരെ ആശ്വാസമായിരുന്നു. ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക്, എന്റെ കുടുംബം അവിടെ ഉള്ളതായിട്ട് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ടല്ലോ സാർ. പക്ഷെ നിർഭാഗ്യവശാൽ വീണ്ടും നമുക്ക് വേദന തന്നെയാണ് സാർ സമ്മാനിച്ചേക്കണത്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ അജയ്കുമാറാണ് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീ അജയ്കുമാർ, യഥാർത്ഥത്തിൽ എന്തിനാവും ഇപ്പോൾ ട്രംപ് ഇങ്ങനെ ഒരു 5 ദിവസത്തെ വെടിനിർത്തലിന് തയ്യാറായത്? അതൊരു തിരിച്ചടിക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രപരമായ നീക്കമാണോ, അതോ അവിടെ പോയി കൈപൊള്ളി എന്നുള്ള ഒരു ഭയം അദ്ദേഹത്തിന് ഉണ്ടോ? എന്താണ് കാര്യം? ഇല്ല സാറേ, ട്രംപിന്റെ ഒരു കൗശലമാണ്. അത് 5 ദിവസം കൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ മറ്റേ ഓസൂറൊക്കെ കടലിൽ കൊണ്ട് തുറന്നു കഴിഞ്ഞാൽ കുറെ കപ്പലങ്ങോട്ട് വിടുമെന്നുള്ള. പക്ഷേ ഇറാൻ കറക്റ്റായിട്ട് പറഞ്ഞല്ലോ, ശത്രു രാജ്യങ്ങൾ വിടത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കുന്ന ആരാണ്? ട്രംപാണ്, അല്ലേ? അല്ല മറ്റാരാണ്? ഈ കടലിൽ തുറക്കാൻ പറ്റില്ല. അല്ലാതെ ഈ പറഞ്ഞ പോലെ ഇത് യുദ്ധം നിർത്താനുള്ള പരിപാടി ചെയ്യുന്നില്ല. പുള്ളി ഈ പറഞ്ഞ പോലെ പുള്ളിയുടെ 19 വയസ്സ് കഴിഞ്ഞില്ലേ, ഒരു കൗശലം ഇങ്ങനെ ഇറക്കിയതാണ്. പക്ഷെ ഇറാൻ അതിനെക്കാട്ടി ബുദ്ധിമുട്ട്. ഞാനൊരു കാര്യം ചോദിച്ചു സാറേ, ഇറാനും ഇറാഖും കൂടെ നേരത്തെ ഒരു സഹോദരൻ പറഞ്ഞു 4 വർഷം അല്ലെ 7 വർഷമാണ് ഇറാനും ഇറാഖും കൂടെ ഒന്നിച്ചടിച്ചിട്ടുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.